നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നായർ സർവീസ് സൊസൈറ്റി അഥവാ NSSുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മളെന്താണ് യോഗക്ഷേമ സഭ നോക്കിയിട്ടുണ്ടായിരുന്നു, ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നായർ സർവീസ് സൊസൈറ്റി നോക്കുന്നു. ഇങ്ങനെ നമ്മൾ ഇത്തരത്തിൽ രൂപവൽക്കരിക്കപ്പെട്ട എല്ലാ സംഘടനകളും നോക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഓരോ എപ്പിസോഡിലും കഴിയുന്ന കാര്യങ്ങളെ നല്ല രീതിയിൽ പഠിച്ചു വെക്കുക. എല്ലാ സംഘടനകളും കൂടി ഒറ്റ എപ്പിസോഡിൽ ഒരു വലിയ എപ്പിസോഡാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെ ആകുമ്പോൾ എന്താണ്, നമുക്ക് കാര്യങ്ങൾ തമ്മിൽ മാറിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. നിങ്ങൾ ഇത്ര മാത്രമാണ് ചെയ്യേണ്ടത്. ഓരോ എപ്പിസോഡിലും കഴിയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അതിനൊരു നോട്ട് തയ്യാറാക്കി ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേട്ടുകൊണ്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് എല്ലാ സംഘടനകളും കൂടെ ചേർത്ത് ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് എടുക്കാം. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എപ്പിസോഡിൽ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണ്, സമയം കളയാതെ എപ്പിസോഡിലേക്ക് കടക്കാം. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് എന്ത്, NSS എന്ന് പറയുന്നത്. അപ്പോൾ NSSൻ്റെ അമരക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് NSS. 1914 ഒക്ടോബർ മാസം 31 അതായത് മലയാള മാസം 1090 തുലാം 15 എന്ത് NSS രൂപീകൃതമായത്. അപ്പോൾ NSS രൂപീകൃതമായത് മന്നത്ത് പത്മനാഭൻ്റെ ശ്രമഫലമായിട്ടാണ്. അതോടൊപ്പം 1914 ഒക്ടോബർ 31 NSS രൂപീകൃതമായത്. മന്നത്ത് പത്മനാഭനൊപ്പം NSSൻ്റെ രൂപീകരണത്തിനായിട്ട് പ്രവർത്തിച്ചവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരൻ ആശാൻ, കളത്തിൽ വേലായുധൻ നായർ എന്നിവരാണ് മന്നത്തിനൊപ്പം NSS രൂപീകരിക്കുന്നതിന് ശ്രമിച്ചത്. NSSൻ്റെ ആദ്യത്തെ പേര് ഇങ്ങനെ നായർ സർവീസ് സൊസൈറ്റി എന്നൊന്നും ആയിരുന്നില്ല. അതൊക്കെ നമ്മളിനി നോക്കും. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഒന്ന്, NSSൻ്റെ അമരക്കാരൻ എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. 1914 ഒക്ടോബർ 31 NSS രൂപീകൃതമായത്. ഇതിൻ്റെ രൂപവൽക്കരണത്തിന് മന്നത്ത് പത്മനാഭനോടൊപ്പം പ്രവർത്തിച്ചത് ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരൻ ആശാൻ, കളത്തിൽ വേലായുധൻ നായർ മുതലായവരാണ്. മന്നത്ത് പത്മനാഭന് മുമ്പ് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് CV രാമൻ പിള്ള, അതുപോലെ C കൃഷ്ണപിള്ള. ഇവർ രണ്ടുപേരുമാണ് മന്നത്തിന് മുൻപ് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചവർ. ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സംഘടനയാണ് NSS. എന്താണ്, ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിച്ച സംഘടനയാണ് NSS. മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിലും എന്ത് NSS അറിയപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ പേരുകളിലാണ്? മലയാളി സഭ, കേരളീയ നായർ സംഘടന എന്നീ പേരുകളിലും NSS അറിയപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം പെരുന്നയാണ്. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് NSSൻ്റെ ആസ്ഥാനം. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടി പറയുകയാണ്. മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ഫലമായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് NSS. 1914 ഒക്ടോബർ 31 ഇത് രൂപീകൃതമായത്. മന്നത്ത് പത്മനാഭനൊപ്പം പ്രവർത്തിച്ചവർ ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അമ്പലപ്പാട്ട് ദാമോദരൻ ആശാൻ, കളത്തിൽ വേലായുധൻ നായർ മുതലായവരാണ്. മന്നത്ത് പത്മനാഭന് മുമ്പ് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ചവരാണ് CV രാമൻ പിള്ള, C കൃഷ്ണപിള്ള എന്നിവർ. ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകൃതമായ സംഘടനയാണ് NSS. മലയാളി സഭ, അതുപോലെ കേരളീയ നായർ സംഘടന എന്നീ പേരുകളിലും അറിയപ്പെട്ട സംഘടനയാണ് NSS. ഇതിൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിലെ പെരുന്നയാണ് NSSൻ്റെ ആസ്ഥാനം. NSSൻ്റെ ആദ്യകാല പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. എന്താണ്, നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു NSSൻ്റെ ആദ്യകാല പേര്. ഈ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ്. കപ്പന കണ്ണൻ മേനോനാണ് നായർ ഭൃത്യജന സംഘം എന്ന ആദ്യകാല പേര് നിർദ്ദേശിച്ചത്. NSS എന്ന പേര് സ്വീകരിച്ചത് 1915 ജൂലൈ 11 1915 ജൂലൈ 11 NSS എന്ന പേര് സ്വീകരിച്ചത്. നായർ സർവീസ് സൊസൈറ്റി എന്ന ഈ പേര് നിർദ്ദേശിച്ചത് K പരമുപിള്ളയാണ്. ആരാണ്? K പരമുപിള്ളയാണ് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത്. സമസ്ത കേരള നായർ സമ്മേളനം നടന്നത് 1916
അതുപോലെ ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്തത് 1925 NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. 1919 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് കറുകച്ചാലാണ്. അപ്പോൾ എന്തൊക്കെയാണ്? NSSൻ്റെ ആദ്യകാല പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. ഈ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ്. NSS എന്ന പേര് സ്വീകരിച്ചത് 1915 ജൂലൈ 11 നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് K പരമുപിള്ളയാണ്. അതുപോലെ സമസ്ത കേരള നായർ സമ്മേളനം നടന്നത് 1916 ഇന്ത്യൻ കമ്പനി ആക്ട് പ്രകാരം NSS രജിസ്റ്റർ ചെയ്തത് 1925 NSSൻ്റെ മുഖപത്രമാണ് സർവീസ്. സർവീസ് മുഖപത്രം ആരംഭിച്ചത് കറുകച്ചാലിൽ നിന്നാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ്. ഇതാരുടെ വാക്കുകളാണ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അത് മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളാണ്. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്നത്. മന്നത്ത് NSSൻ്റെ പ്രസിഡൻ്റായത് 1945 ആദ്യ പ്രസിഡന്റ് K കേളപ്പനായിരുന്നു. ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനായിരുന്നു. അതുപോലെ മന്നത്ത് പത്മനാഭനായിരുന്നു. അതുപോലെ ആദ്യ ട്രഷറർ പനങ്ങോട് കേശവ പണിക്കരായിരുന്നു. NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് NSS രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം. NSSൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉൽപ്പന്ന പിരിവിന് നേതൃത്വം നൽകിയത് MB മന്മഥനാണ്. NSSൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉൽപ്പന്ന പിരിവിന് നേതൃത്വം നൽകിയത്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി ആ ഗാനം രചിച്ചത് പന്തളം KP രാമൻപിള്ളയാണ്. അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നത് എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? പന്തളം KP രാമൻപിള്ളയാണ്. അതുപോലെ NSSൻ്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത് തട്ടയിലാണ്. എവിടെയാണ്? തട്ടയിലാണ്. 1929 NSSൻ്റെ ആദ്യ കരയോഗം സ്ഥാപിതമായത്. NSSൻ്റെ ആദ്യത്തെ സ്കൂള് കറുകച്ചാലിലാണ്. അതിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു K കേളപ്പൻ. ആദ്യ ആശുപത്രി പന്തളത്തായിരുന്നു. അതുപോലെ NSSൻ്റെ ആദ്യ കോളേജ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ്. 1947 ഇത് സ്ഥാപിതമായത്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കാവുന്ന ഒരു ഇതാണ് കേരള നായർ സമാജം. അത് C കൃഷ്ണപിള്ളയാണ് സ്ഥാപിച്ചത്. കേരള നായർ സമാജം 1907. അപ്പോൾ എന്തൊക്കെയാണ്? ആദ്യ കരയോഗ സ്ഥാപിതമായത് തട്ടയിലാണ്. ആദ്യത്തെ സ്കൂള് കറുകച്ചാലിലാണ്. അതിൻ്റെ ഹെഡ് മാസ്റ്റർ K കേളപ്പനായിരുന്നു. ആദ്യ ആശുപത്രി പന്തളത്തായിരുന്നു. അതുപോലെ NSSൻ്റെ ആദ്യത്തെ കോളേജ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജാണ്. കേരള നായർ സമാജം സ്ഥാപിച്ചത് C കൃഷ്ണപിള്ളയാണ് 1907. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് NSSുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഇതിൽ അത്രയും ഇമ്പോർട്ടൻ്റായ കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ്. ഇതാരുടെ വാക്കുകളാണെന്ന് ചോദിച്ചാൽ അത് മന്നത്ത് പത്മനാഭൻ്റെയാണ്. ആദ്യ പ്രസിഡന്റ് K കേളപ്പനാണ്. ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കരാണ്. മന്നത്ത് NSSൻ്റെ പ്രസിഡൻ്റ് ആയത് 1945. അതുപോലെ ആദ്യത്തെ പേര് നായർ ഭൃത്യജന സംഘം എന്നായിരുന്നു. ആ പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ്. NSS എന്ന പേര് 1915 സ്വീകരിച്ചത്. അത് നിർദ്ദേശിച്ചത് K പരമുപിള്ളയാണ്. അപ്പോൾ NSS വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഒരു 2 പ്രാവശ്യം കേൾക്കുന്നതോടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.